നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സേനയോടുള്ള അസൂയയ്ക്ക് ശേഷം ഹോട്ടലിലെ ഡബിൾ ബെഡ് റൂമിൽ ഞാൻ അവിശ്വാസത്തിലും തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥയിലുമായിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കും എന്റെ മനസ്സിന്റെ വിചിത്രമായ പോരാട്ടം, സ്വപ്നിലിന്റെ മറ്റൊരു കലിയുടെ പ്രദർശനം, പിന്നെ 4500 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള ഒരു സാഹസികമായ ഡൈവ്. സേനയും ആത്മനിന്ദയും. രാത്രി വൈകിയാണ് എനിക്ക് ഉറക്കം വന്നത്. രാത്രി മുഴുവൻ ഞാൻ സേനയെയും എന്നെത്തന്നെയും ശപിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് ഞാൻ സ്വപ്നിലിനെ ജേഡിനെപ്പോലെ കാണുന്നതെന്ന് ആലോചിച്ച്. മാന്ത്രികമായ സുപ്രഭാതം. രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കണ്ടു, സ്വപ്നിൽ സ്റ്റഡി ടേബിളിൽ ചാഞ്ഞിരുന്ന് എന്തോ എഴുതുകയാണ്. ആദ്യമായാണ് ഞാൻ രാവിലെ ഒരാളുടെ മുഖം കണ്ട് ഇത്രയധികം സന്തോഷിക്കുന്നത്. ഉറക്കത്തിലെ സ്കെച്ച് ടേബിളിനടുത്തെത്തി ഞാൻ നോക്കി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴുള്ള എന്റെ അതിമനോഹരമായ ഒരു ചിത്രം അവൻ വരക്കുകയായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് നിലവിളിച്ചുപോയി, വാവ്, സ്വപ്നിൽ, നിനക്കിതും അറിയാമോ? ചുംബനത്തിനുള്ള മറുപടി. സേനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അഭിനന്ദന സൂചകമായി ഞാൻ കുനിഞ്ഞ സ്വപ്നിലിന്റെ കവിളിൽ ഒരു ചുംബനം നൽകി. പക്ഷേ അവൻ പകരം എന്റെ കവിളിൽ ചുംബിച്ചില്ല. ആ കാര്യം എനിക്ക് സങ്കടമുണ്ടാക്കി. 2 തോണിയിൽ യാത്ര. എന്റെ മനസ്സിൽ ഒരു വിചിത്രമായ സംഘർഷമുണ്ടായിരുന്നു. വിവാഹം വേണ്ടെന്ന തീരുമാനം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്വപ്നിൽ എന്നോടൊപ്പം തനിയെ ഉള്ളപ്പോൾ അത് മുതലെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ മനസ്സ് എന്നെ ശകാരിക്കാൻ തുടങ്ങി. നീയും സ്വപ്നിലിനെ പ്രണയിച്ചു തുടങ്ങിയിട്ടില്ലേ? മനസ്സിന്റെ മുന്നറിയിപ്പ്. എന്റെ മനസ്സ് ബുദ്ധിപൂർവ്വം എന്നെ പഠിപ്പിച്ചു, വാണി, സ്വപ്നിൽ ഇപ്പോൾ മാറിയിരിക്കുന്നു. നീ കാദറിനെയും സേനയെയും പോലെയായാൽ സ്വപ്നിലിന്റെ ഉള്ളിൽ നിനക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടും. സ്വർഗയാത്ര. ഹോട്ടൽ വിട്ട് ഞങ്ങൾ സ്കൈ ഡൈവിംഗിനായി എയർപോർട്ടിലെത്തി. 4500 മീറ്റർ ഉയരത്തിൽ നിന്ന് ചാടണമെന്ന വാർത്ത കേട്ടിട്ടും എന്റെ പേടി മാറി. ഞാൻ പറഞ്ഞു, സ്വപ്നിലിനൊപ്പം എവിടെ പോകാനും ഞാൻ തയ്യാറാണ്, അതിനി സ്വർഗത്തിലേക്കാണെങ്കിൽ പോലും. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയുള്ള വീഴ്ച. സ്വപ്നിൽ എന്നെ തന്റെ മുതുകിലുള്ള ഒരു ബെൽറ്റിൽ ഘടിപ്പിച്ചു. ഞങ്ങൾ താഴേക്ക് ചാടി. വീഴ്ചയുടെ വേഗത മണിക്കൂറിൽ 150 കിലോമീറ്റർ ആയിരുന്നു. എന്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ ചിന്തിച്ചു, നമുക്കിപ്പോൾ ഒരുമിച്ച് മരിക്കുകയല്ല, ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. വീഴ്ചയുടെ ആവേശം കഴിഞ്ഞ് പാരച്യൂട്ട് തുറന്നു. ഇപ്പോൾ ഞങ്ങൾ വായുവിൽ ഒഴുകി നടക്കുകയാണ്. എന്റെ മുതുകിന് മുകളിൽ സ്വപ്നിലും. ഇതൊരു അതിമധുരവും അപൂർവവുമായ അനുഭവമാണ്. ഈ സാഹസികത വാണിയെയും സ്വപ്നിലിനെയും അടുപ്പിക്കുമോ? വാണിക്ക് തന്റെ മനസ്സിന്റെ സംഘർഷം തീർത്ത് ഈ പ്രണയം സ്വീകരിക്കാൻ കഴിയുമോ? പേടി, തത്വം, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പ്രണയം. പ്രണയം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 52. പ്രഭാതത്തിലെ സ്കെച്ച്. പറയാതെ പോയ ചുംബനം. സ്കൈ ഡൈവിംഗിന്റെ സാഹസികത. വാണി, നമുക്കിനി ഡിന്നറിനായി പോകാം, സ്വപ്നിൽ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിച്ചു. സേന എങ്ങനെയൊക്കെയോ നമ്മുടെ സമയം നശിപ്പിച്ചു കളഞ്ഞു. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് സ്വപ്നിലിനോട് സാധാരണ കാര്യങ്ങൾ സംസാരിച്ചുള്ളൂ. ഞാൻ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. ഒരു ബെഡിൽ ഞാനും മറ്റൊന്നിൽ സ്വപ്നിലും കിടന്നു. ആ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, സ്വപ്നിൽ എന്നിൽ നിന്ന് തിരിഞ്ഞു കിടക്കുകയാണ്. എനിക്ക് ഉറക്കം വരാൻ വൈകി. അതിനു മുമ്പ് ഞാൻ സേനയെ ശപിച്ചു. സ്വപ്നിൽ ജേഡിനെപ്പോലെ ആയിരിക്കുമോ എന്ന് ഭയപ്പെട്ടതിന് എന്നെയും ഞാൻ ശപിച്ചു. രാവിലെ എന്റെ കണ്ണ് തുറന്നു. മുറിയിൽ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. ഞാനൊന്ന് മടിപിടിച്ചു ചുറ്റും നോക്കി. ടേബിളിൽ സ്വപ്നിൽ എന്റെ നേരെ ഇരിക്കുന്നത് കണ്ടു. അവൻ എന്തോ എഴുതുന്ന തിരക്കിലായിരുന്നു. ഞാൻ കിടന്നുകൊണ്ട് തന്നെ അവനെ നോക്കി നിന്നു. ഒരാളുടെ മുഖം കണ്ട് രാവിലെ ഉണരുന്നത് ഇതാദ്യമാണ്. അതെന്നിൽ സന്തോഷമുണ്ടാക്കി. അപ്പോൾ സ്വപ്നിൽ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഗുഡ് മോർണിംഗ് വാണി. ഞാൻ ഉണർന്നത് കണ്ട് അവൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സ്വപ്നിൽ. നീ ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്താണ് എഴുതുന്നത്? ഞാൻ ചോദിച്ചു. നീ തന്നെ വന്നു നോക്കൂ. എന്താണ് സ്വപ്നിൽ എന്നെ കാണിക്കാൻ പോകുന്നത്? ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു. എന്റെ വസ്ത്രം ശരിയാക്കാൻ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. ടേബിളിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ അതിശയിപ്പിച്ചു. ഞാൻ നിലവിളിച്ചു പറഞ്ഞു, വാവ്, സ്വപ്നിൽ, നിനക്കിതും അറിയാമോ? സത്യത്തിൽ അതൊരു ചിത്രം വരയ്ക്കാനുള്ള പേപ്പറായിരുന്നു. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴുള്ള എന്റെ സ്കെച്ച്. ഒരു പ്രഗത്ഭനായ ചിത്രകാരൻ വരച്ചതുപോലെ ഉണ്ടായിരുന്നു. സ്വപ്നിൽ തന്നെയാണിത് വരച്ചത് എന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. സ്വപ്നിൽ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. വാവ് സ്വപ്നിൽ, നീ എന്റെ ദിവസം മനോഹരമാക്കി, ഞാൻ അഭിനന്ദിച്ചു പറഞ്ഞു. ഇത് വരക്കാൻ എനിക്കൊരു മണിക്കൂർ എടുത്തു. എങ്കിലും നീ യഥാർത്ഥത്തിലുള്ള അത്രയും ഭംഗി ഇതിൽ കൊണ്ടുവരാനായില്ല, സ്വപ്നിൽ പറഞ്ഞു. നീ അഭിനന്ദിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. എനിക്കാണെങ്കിൽ നീ വരച്ച ചിത്രം എന്നെക്കാളും സുന്ദരിയായി തോന്നുന്നു. അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ രാത്രി സേന അവനെ കെട്ടിപ്പിടിച്ചത് ഞാൻ ഓർത്തു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുനിഞ്ഞു അവന്റെ കവിളിൽ ഒരു ഉമ്മ നൽകി. എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, ക്ഷമിക്ക് സ്വപ്നിൽ, ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. അതൊന്നും സാരമില്ല, എനിക്കിത് ഇഷ്ടമായി, സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്നിൽ പകരം എന്നെ ചുംബിച്ചില്ല. അതെന്നെ വിഷമിപ്പിച്ചു. സ്വപ്നിൽ എന്നെ ഒന്ന് ഉമ്മ വെക്കൂ എന്ന് എനിക്ക് പറയാനാവില്ലല്ലോ.
എനിക്ക് സ്നേഹം പറഞ്ഞു പ്രകടിപ്പിക്കാൻ ഇഷ്ടമല്ല. അവൻ അമേരിക്കയിലാണ്, എനിക്ക് ഇന്ത്യ വിടാനും താൽപ്പര്യമില്ല. വിവാഹം വേണ്ടെന്ന തീരുമാനത്തിൽ മാറ്റമില്ല. എങ്കിലും സ്വപ്നിൽ എന്നോട് അല്പം അടുപ്പം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ ആ ബന്ധം പോലെ എന്നോടും അവൻ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത് വിചിത്രമാണ്. അതുകൊണ്ട് ഞാനത് നേരിട്ട് ആവശ്യപ്പെടില്ല. സ്നേഹം അവൻ മുൻകൈ എടുത്തു കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് പെരുമാറിയ പോലെ എന്തുകൊണ്ട് എന്നോട് അവൻ പെരുമാറുന്നില്ല? എനിക്കതിന് ഉത്തരം വേണം. യഥാർത്ഥത്തിൽ സ്വപ്നിലിനോടുള്ള പ്രണയം എന്നെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുന്നു. ഞാൻ 2 തോണിയിൽ കാലിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, വാണി, സ്വപ്നിൽ ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു. അവൻ പാഠം പഠിച്ചു കഴിഞ്ഞു. അവൻ നിന്നെ ഒരു ആദർശവതിയായാണ് കാണുന്നത്. വിവാഹത്തിനു മുമ്പ് അത്തരത്തിൽ പെരുമാറിയാൽ നീ അവനിൽ നിന്ന് അകന്നുപോകുമെന്ന് അവൻ ഭയപ്പെടുന്നുണ്ടാവാം. ഞാൻ ആരോടാണ് പരാതി പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് സ്വപ്നിൽ തന്റെ തീരുമാനത്തിൽ ഇത്ര ഉറച്ചു നിൽക്കുന്നത്? എന്തിനാണ് രാശിയിൽ എന്നെക്കുറിച്ച് ഇത്രയും നല്ല ഇമേജ് അവന് നൽകിയത്? ഞാൻ പതുക്കെ പറഞ്ഞു, എന്റെ മനസ്സിനെല്ലാം അറിയാം. വാണി, നീ വെറുതെ രാശീലിനെ പറയുകയാണ്. രാശിയിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ പ്രണയിക്കില്ലായിരുന്നു. നിനക്ക് അമേരിക്കയിൽ വരാനോ അവനെ കാണാനോ കഴിയില്ലായിരുന്നു. പ്രണയത്തിന്റെ സുഖം നീ അറിയുകയുമില്ലായിരുന്നു. അതുകൊണ്ട് രാശീലിനോടും സ്വപ്നിലിനോടും നന്ദിയുള്ളവളായിരിക്കൂ. നീ പഴയവരെ പോലെ ആയാൽ അവന്റെ ഉള്ളില് നിന്റെ സ്ഥാനം പോകും. മനസ്സ് എന്നെ വ്യക്തമായി താക്കീത് ചെയ്തു. സ്വപ്നിൽ വീണ്ടും പടം വരക്കുന്ന തിരക്കിലാണ്. അവൻ എന്നെ നോക്കാതെ ചോദിച്ചു, വാണി, നീ എന്താണ് തനിയെ പിറുപിറുക്കുന്നത്? എന്താണ് സംസാരിക്കുന്നത്? എന്റെ മനസ്സിലിരിപ്പ് സ്വപ്നിൽ അല്പം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. സ്വപ്നിൽ, ഞാൻ ചിന്തിക്കുകയാണ്, ഒരാൾക്ക് എങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ പ്രാവീണ്യം നേടാൻ കഴിയുമെന്ന്. ഞാൻ സത്യം ഒളിച്ചുവെച്ച് പറഞ്ഞു. മനുഷ്യർ തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാറില്ല. ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് കഴിവുകൾ തിരിച്ചറിഞ്ഞത്. സമയം കൃത്യമായി ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്റെ കഴിവുകൾ മിനുക്കിയെടുക്കാൻ കഴിഞ്ഞു. അവനൊരു തത്വചിന്തകനെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. നീ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് ഞാൻ വാഷ്റൂമിലേക്ക് പോയി. പല്ല് തേച്ചും മറ്റും എന്റെ കാര്യങ്ങളിൽ മുഴുകി. ഹോട്ടൽ വിട്ട് ഞങ്ങൾ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. സ്കൈ ഡൈവിംഗിനായി ഞങ്ങൾക്ക് വിമാനത്തിൽ പോകണമായിരുന്നു. 4500 മീറ്റർ ഉയരത്തിൽ നിന്ന് ഇരുവരും ഒരുമിച്ച് താഴേക്ക് ചാടുമെന്ന് അവൻ പറഞ്ഞു. 50 സെക്കൻഡോളം താഴേക്ക് വീഴുമ്പോൾ പാരച്യൂട്ട് തുറക്കും. കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വളരെ അപൂർവമായി മാത്രമേ അപകടങ്ങൾ സംഭവിക്കാറുള്ളൂ. നീ പേടിക്കേണ്ട, ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിമാനത്തിൽ കയറി. ഞാൻ അവന്റെ കൂടെ ബെൽറ്റുകൾ ഇട്ടിരുന്നു. അത് എനിക്ക് ധൈര്യം നൽകി. സ്വപ്നിലിനൊപ്പം എവിടെ പോകാനും എനിക്ക് ഭയമില്ലായിരുന്നു. പിന്നീട് സ്വപ്നിൽ എന്നെയും കൊണ്ട് വിമാനത്തിൽ നിന്ന് ചാടി. അവൻ എന്റെ മുതുകിന് മുകളിലായി ഞങ്ങളിരുവരും താഴേക്ക് വീണുകൊണ്ടിരുന്നു. വളരെ വേഗത്തിലാണ് ഞങ്ങൾ താഴേക്ക് പോയിരുന്നത്. കാറ്റിന്റെ വലിയ ശബ്ദത്തിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു, നമ്മുടെ വേഗത മണിക്കൂറിൽ 150 മീറ്ററാണ്. എന്റെ ഹൃദയമിടിപ്പ് കൂടി. എനിക്ക് മരിക്കണമെന്നില്ലായിരുന്നു. പെട്ടെന്ന് പാരച്യൂട്ട് തുറന്നു. 2500 മീറ്റർ ഉയരത്തിലാണെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു. സ്വപ്നിൽ ചിറകുവിരിച്ച പക്ഷിയെപ്പോലെ കൈകൾ വിടർത്തി. ഞാനും അങ്ങനെ ചെയ്തു. സമുദ്രത്തെ നോക്കി ഞാൻ ശാന്തയായി ഇരുന്നു. ഈ സാഹസികത എനിക്ക് മനോഹരമായൊരു അനുഭവമായി മാറി. കഴിഞ്ഞ ദിവസം ഞാൻ പാരാഗ്ലൈഡിംഗ് ചെയ്തതുകൊണ്ട് വായുവിൽ പറക്കുന്നത് എനിക്ക് പുത്തരിയല്ലായിരുന്നു. എങ്കിലും ഇത്രയും വേഗതയിൽ താഴേക്ക് വീണത് എന്നെ അല്പം ഭയപ്പെടുത്തിയിരുന്നു. എപ്പിസോഡ് 52 അവസാനിച്ചു.